വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മയങ്ങിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മയങ്ങിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ആരാധിക്കാം. ആരാധന 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 ചേർന്ന് പാടി. ആരാധന 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 ആരാധന. ഓ സ്നേഹമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഓ സ്നേഹമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഓ ജീവനേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഓ ശിവനേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഓ സൗഖ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഓ സൗഖ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്ന ദൈവമേ, മഹോന്നതനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പിറക്കുന്നവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവനെ, ഞങ്ങളെ കരുതുന്നവനെ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. യേശുവേ ആരാധന, ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, യേശുവേ ആരാധന, ഞങ്ങളുടെ പരിപാലകനായ യേശുവേ, യേശുവേ ആരാധന, ഞങ്ങളുടെ ഉടയവനായ യേശുവേ, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടി. ആരാധന 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 സ്വർഗ്ഗത്തോട് ആരാധന ചേർന്ന് ആരാധിച്ച് ആരാധന ആരാധന സംഭവിക്കുന്ന സമയം, ആരാധന അനുഗ്രഹത്തിന്റെ സമയം. ആരാധന നന്ദി പറഞ്ഞു പാടി. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. ഇത് സ്നേഹത്തിൻ്റെ വലിയ മണിക്കൂറുകളായിട്ട് മാറാൻ പോകുക.
ഈശോയുടെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു എളിമ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവം തരുന്നൊരു വലിയ സൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനൊരു പുസ്തകം വായിക്കാൻ ഇടവന്നു ക്രിസ്മസിൻ്റെ സമയത്ത്. ആ പുസ്തകത്തിലെ എഴുത്തുകാരൻ എഴുതി വെച്ചത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. ആ എഴുത്തുകാരൻ ഒരു പുൽക്കൂടിന് മുന്നിൽ പോയി നിന്ന് ആ പുൽക്കൂട്ടി കിടക്കുന്ന ഉണ്ണിയേശുവിനെ നോക്കി ചോദിച്ച 3 ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. ആ എഴുത്തുകാരൻ ആ പുൽക്കൂടിൻ്റെ മുന്നിൽ പോയിട്ട് ആ പുല്ലുകൾക്കിടയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ടു. അപ്പുറത്ത് മാതാവും ഔസപിതാവും നിൽക്കുന്നത് കണ്ടു. എന്നാൽ അദ്ദേഹത്തിന് ഒത്തിരി ചോദ്യമുണ്ട്. എന്തിനാ യേശു ഇങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ, ഈ സമയങ്ങളിൽ എന്തിനു ജനിച്ചു എന്നൊരു ചോദ്യം. പലരും ചോദിക്കുക യേശു ഞങ്ങളെ രക്ഷകനായിട്ട് ജനിച്ചുവെന്ന്. എന്നാൽ എഴുത്തുകാരൻ വ്യത്യസ്തമായൊരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ്? യേശുവേ, നീ എന്തിനാണ് ഒരു ദരിദ്രനായിട്ട് ജനിച്ചത്? നിനക്ക് വലിയ കൊട്ടാരങ്ങൾ ജനിക്കായിരുന്നില്ലേ? നിനക്ക് വലിയ സമ്പത്തുള്ളവരുടെ ഇടയിൽ ജനിക്കായിരുന്നു. നീ എന്തിനാ ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ വലിയൊരു ദരിദ്രനായിട്ട്, ആരും സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ നീ എന്തിനു ജനിച്ചേ? നീ ഒരു രാജാവല്ലേ? നീ ഒരു ദൈവമല്ലേ? എന്നിട്ട് എന്തിനാ ഈ ദരിദ്രനായി ജനിച്ചേ? രണ്ടാമത് അദ്ദേഹം ചോദിച്ച ചോദ്യം, യേശു നീ എന്തിനാ ഈ കാലിത്തൊഴുത്ത് ജനിച്ചേ? ഈ കാലികളുടെ ഇടയിൽ എന്തിനാ ജനിച്ചേ? വേറെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. ഈ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ആരും കയറി ചെല്ലാത്തൊരു സ്ഥലം, വളർത്തുന്നവർ മാത്രം കയറി ചെല്ലുന്ന സ്ഥലം. അങ്ങനെ ഒരു വൃത്തികേടായൊരു സ്ഥലത്ത് നീ എന്തിനു ജനിച്ചു? മൂന്നാമത് അദ്ദേഹം ചോദിച്ചത്, നീ എന്താണ് ഈ കൊടും തണുപ്പ് ജനിച്ച് ഈ തണുക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്തതിൻ്റെ ഇടയിൽ ഒരു കൂര പോലും കൃത്യമില്ലാത്ത ഇടങ്ങളിൽ നീ എന്തിനു ജനിച്ചു? സ്നേഹമുള്ളവരെ, ഈ 3 ചോദ്യങ്ങൾക്കും ഈശോ കൊടുത്ത ഉത്തരമാണ് നമ്മുടെ ധ്യാന വിഷയമായിട്ട് ഇന്ന് ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, യേശുവേ, നീ എന്തിനാണ് ദരിദ്രനായി ജനിച്ചത്? ഈശോ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം അദ്ദേഹം തന്നെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് എഴുതി വെച്ചത്, നിന്റെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ജനിച്ചതാണെന്ന് നീ അറിയണം. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഈ ഭൂമിയിലെ ആരെല്ലാം ദരിദ്രരായിട്ടുണ്ടോ അവർക്ക് മുൻപേ അവരുടെ ദൈവം ദരിദ്രനായിരുന്നുവെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജനിച്ചത്. സ്നേഹമുള്ളവരെ, ദരിദ്രരായവരും ഒന്നുമില്ലാത്തവരും എന്തും കിട്ടിയിട്ടെല്ലാം നഷ്ടപ്പെട്ടവർക്കും ഒരു ഉത്തരവുണ്ട്. ഇല്ലായ്മയിൽ നിനക്ക് വേണ്ടി നിനക്ക് മുൻപേ ജനിച്ച ഒരു ദൈവമുണ്ട്. അപ്പോൾ നിന്റെ ദാരിദ്ര്യത്തിന് ഒരു വിലയുണ്ടെന്ന് കാണിച്ചു തരാൻ ഈശോ ചെയ്ത ഏറ്റവും വലിയ എളിമയുടെ മാതൃകയാണ് ഈശോ ഒരു ദരിദ്രനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം, സീറോ മലബാർ കുർബാനയിൽ വൈദികൻ ഇപ്രകാരം കൂദാശ വചനത്തിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിനീതനായി അവൻ ഈ ഭൂമിയിൽ വന്നു. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ കൂദാശ വചനം എന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പേ ഒരു പുരോഹിതൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നിത്യപുരോഹിതനായ യേശുവേ, നീ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ കാലിത്തൊഴുത്തി വന്ന് പിറന്നു. അന്ന് അവിടെ അത് തീർന്നതല്ല. പിന്നീട് അവൻ തൻ്റെ ബലി അർപ്പിക്കുന്ന ആദ്യ നിമിഷത്തിൽ തൻ്റെ സഹപാഠികളെ കൂടിയിരുത്തിയിട്ട് താലത്തി വെള്ളം എടുത്ത് കാല് കഴുകുകയാണ്. ഒരു ദരിദ്രൻ, ഒരു അടിമ, ഏറ്റവും വില കുറഞ്ഞ അടിമ ചെയ്യുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ പാദം കഴുകുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, യേശു എളിമയുടെ ഏറ്റവും വലിയ മാതൃകയാണ്. ഒന്നുമില്ലാത്തവരെ പോലെ എല്ലാം ഉണ്ടായിട്ടും ജീവിക്കാനുള്ളൊരു കൃപ സ്വന്തമാക്കാം. രണ്ടാമത്തത്, ആ എഴുത്തുകാരൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പേ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, ദരിദ്രരെ പരിഹാസിക്കുന്നവൻ സൃഷ്ടാവിന് നിന്ദ്യനാണ്, പാവപ്പെട്ടവനെ കളിയാക്കുന്നവൻ ദൈവത്തിന് നിന്ദ്യനാണ്. തിരിച്ചറിയുക. സങ്കീർത്തന പുസ്തകം 69-ാം അധ്യായം 33-ാം വാക്യം, കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കും. കാരണം അവൻ ദരിദ്രനായിട്ട് ഈ ലോകത്ത് ജനിച്ചതുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീരിന് ദൈവം അത്രമാത്രം വില കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം ദരിദ്രരുടെ ആഘോഷത്തിൻ്റെ കാലഘട്ടം. ഒന്നുമില്ലായ്മകൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരുനാളാണ് ക്രിസ്മസ്.
സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 40:17 പറയാണ്, ഞാൻ ദരിദ്രന് പാവപ്പെട്ടവനുമാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ വരാൻ. അപ്പോൾ ഒരു ദാരിദ്ര്യത്തിൻ്റെ നിടനാഴികളിൽ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തെല്ലാം ഇന്ന് ഒരു അതിർത്തിയിൽ കാക്കുന്നത് പോലെ എവിടെയല്ലോ ലോക്കറുകളിലോ എവിടെയോ പണയം വെച്ചിരിക്കുകയാണെങ്കിൽ, നീ ഇപ്രകാരം സങ്കീർത്തനം 40:17 വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ടല്ലോ. അങ്ങ് എൻ്റെ സഹായത്തിന് വിമോചനത്തിന് പെട്ടെന്ന് കടന്നു വരണമേ എന്ന് ഈ ക്രിസ്മസ് അവസരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 40:17 വെച്ച് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശുവേ, നീ എന്തിനാണ് ഈ കൊടും ശൈത്യത്തിൽ ജനിച്ച്? വേറെ എത്ര നല്ല കാലഘട്ടമുണ്ട്. നല്ല വേനൽക്കാലം ഉണ്ടായിരുന്നില്ലേ? മഴ തോർന്നിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? വെയിലടിക്കുന്നൊരു കാലഘട്ടം, അവിടേക്ക് നിനക്ക് ജനിക്കായിരുന്നില്ലേ? ഈ കൊടും തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉടുക്കാൻ ഒരു തുണിയില്ലാത്ത സമയത്ത് നീ എന്തിനാ ഈ കൊടും തണുപ്പിൽ അമ്മയുടെ കച്ച കൊണ്ട് പൊതിയപ്പെടാൻ വേണ്ടി മാത്രം നീ ജനിച്ചു? ആ എഴുത്തുകാരന് കൊടുത്തത് ഇപ്രകാരമുള്ള ഒരു ഉത്തരവായിരുന്നു, നിന്റെ മരവിച്ച മനസ്സുകൾക്ക് ഒരു ചൂട് നൽകാനാ ഞാൻ ആ കാലിത്തൊഴുത്തി പറഞ്ഞേ. സ്നേഹമുള്ളവരെ, നമ്മുടെ മരവിച്ച മനസ്സുകൾക്ക്, നിരാശ ദുഃഖം കൊണ്ട് മരവിച്ച് രോഗം വന്ന് തകർന്നുപോയ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ മരവിച്ച മനസ്സുകൾക്ക് ചൂട് നൽകാൻ ഈ ക്രിസ്മസിൽ യേശു നിന്റെ ഹൃദയത്തിൽ പിറക്കുമെന്നുള്ളത് അന്നേ ഈശോ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മരവിച്ച മനസ്സുകൾക്ക് ജീവൻ നൽകാൻ എളിമയുള്ള ദൈവം നിന്റെ മുന്നിൽ എളിമയായിട്ട് കടന്നു വരുന്നുണ്ട്. ജോബിന്റെ പുസ്തകം 29:12 നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശയിൽ അമർന്നുപോയ അനാഥന്റെയും ഞാൻ രക്ഷിക്കും. നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശയിൽ വീണുപോയ അനാഥനെയും ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരവിച്ച മനസ്സുമായിട്ട് ഇരിക്കരുത്. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കരുത്. ആത്മഹത്യയുടെ വക്കി പോകരുത്. ദൈവം പറയാ, നിന്റെ മരവിച്ച മനസ്സുകളെ, തണുത്ത് മരവിച്ച മനസ്സുകൾക്ക് ഞാൻ എന്ന വ്യക്തി കടന്നു വരുമ്പോൾ ഒരു ചൂട് നൽകും. അപ്പോൾ മഞ്ഞുരുകുന്നത് പോലെ നിന്റെ പ്രശ്നങ്ങളും ഉരുകിപ്പോകുമെന്ന് നീ തിരിച്ചറിയുക. പ്രഭാഷകന്റെ പുസ്തകം 38:24 പറയുന്നുണ്ട്, വ്യഗ്രതകളാൽ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. വ്യഗ്രത ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യഗ്രതകൾ കൊണ്ട് പൂണ്ടു നിൽക്കുക. അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കടന്നു വരാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, വ്യഗ്രത മാറ്റിവെക്കുക. ജീവിതത്തിൻ്റെ വ്യഗ്രതകളെ നമ്മളിനി മാറ്റിവെക്കേണ്ട കാലഘട്ടമായി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13:22 ഒരുവൻ വചനം ശ്രവിക്കുകയും എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരവിച്ച മനസ്സും മുള്ളുകൾക്കിടയിൽ വീണ വിത്തും ഒരുപോലെയാ, ഒന്നും കയറില്ല. കാരണം അവൻ്റെ ആഗ്രഹങ്ങളും ആശകളും ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അവനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മരവിച്ച മനസ്സുകൾക്ക് ദൈവം ഒരു കൃപ തരും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:3 ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവൻ അജ്ഞത കൊണ്ട് തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടാണ് അവർ വ്യഗ്രതയിലേക്ക് വീണുപോയത്. ദൈവത്തിൻ്റെ നീതി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ദൈവം ഇടപെടുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ ആലയത്തിൽ ഒരു സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞത് ഓർത്തു പോവുകയാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പണിയുടെ ഇടയിൽ വീണ് നിലത്ത് വീണ് ശരീരം മുഴുവൻ തളർന്നു പോകുമെന്ന് എല്ലാവരും പറഞ്ഞ ആ വ്യക്തിയെ ദൈവം അവരുടെ ജീവിതത്തിൽ വ്യഗ്രതകൾ കടന്നു വന്നാലും ദൈവത്തിൽ അവർ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ മുന്നിൽ നിലവിളിച്ചപ്പോൾ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ ആ മനുഷ്യന് വലിയൊരു സൗഖ്യം കൊടുത്ത് ദൈവം അദ്ദേഹത്തെ ഉയർത്തിയ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കാനിട വന്നു. സ്നേഹമുള്ളവരെ, വ്യഗ്രതകളിൽ പൂണ്ടു നിൽക്കുമ്പോൾ ദൈവം നിന്റെ മരവിച്ച മനസ്സുകളെ ഈ ക്രിസ്മസ് അവസരത്തിൽ ചൂടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുക. മൂന്നാമതായിട്ട് എഴുത്തുകാരൻ ചോദിച്ചത്, യേശുവേ, നീ എന്തിനാണ് കാലികൾക്കിടയിൽ പിറന്നു വീണത്? വേറെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. സത്രത്തിലല്ലേ നിനക്ക് സ്ഥലം കിട്ടാതിരുന്നുള്ളൂ? വേറെ എവിടെയെങ്കിലും വഴിയോരത്ത് പിറന്നാലും കുഴപ്പമില്ല. ഈ കാലികളുടെ ഇടയിൽ പോയി പിറക്കുമ്പോൾ ഇത്ര വൃത്തികെട്ട മണമാണ്.
അവര് ഓളിയിടുന്ന നീ കേൾക്കേണ്ടി വരില്ലേ? എഴുത്തുകാരൻ പലതും ചോദിച്ചപ്പോൾ ഈശോ ഇങ്ങനെയാ പറഞ്ഞേ, നിന്റെ മൃഗസ്വഭാവത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയാ ഞാൻ കാലികളുടെ ഇടയിൽ പിറന്നു വീണത്. കന്നുകാലിയുടെ സ്വഭാവം നമുക്കറിയാം, അവിടെ കഴുതയുടെ സ്വഭാവം നമുക്കറിയാം. അവര് എന്തും ചെയ്യും, എന്തിനും മടി കാണിക്കാത്തവര്, രാത്രിയിൽ ഉറക്കമൊഴിച്ച് കരയുന്നവരാ, അവർ കിട്ടുന്നതെല്ലാം തിന്നുന്നവരാ. കാലികൾക്കിടയിൽ പിറന്നത് അവൻ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിന്റെ സ്വഭാവങ്ങളിൽ ചില കാലി സ്വഭാവങ്ങളുണ്ട്. കാലിത്തൊഴുത്തിൻ്റെ ചില സ്വഭാവങ്ങൾ മാറ്റിമറയ്ക്കാൻ കാലികളുടെ ഇടയിൽ അവൻ പിറന്നത് നിന്റെ മൃഗസ്വഭാവത്തെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റി മഹത്വവൽക്കരിക്കാൻ വേണ്ടി ദൈവം ചെയ്തതാ. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 6-ാം വാക്യം, വൃക്ഷത്തിൻ്റെ ഫലം കർഷകന്റെ സാമർഥ്യവും വെളിവാക്കുന്നു, ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. വൃക്ഷത്തിൻ്റെ ഫലം കർഷകന്റെ സാമർഥ്യത്തെ വെളിപ്പെടുത്തുന്നു. ഒരു വൃക്ഷം നട്ട കർഷകൻ എപ്രകാരം ആ മരത്തെ നോക്കിയോ അതുപോലെയായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന ഫലം. ഞാനാകുന്ന നീയാകുന്ന വൃക്ഷത്തിൻ്റെ ഫലം എപ്രകാരമാണ്? ചിലപ്പോൾ ചീഞ്ഞെളിഞ്ഞതോ വൃത്തികെട്ടതോ അല്ലെങ്കിൽ ആർക്കും രുചിക്കാൻ പറ്റാത്തതോ, നിന്റെ സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും ആ ഫലം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ദൈവം പറയുക, നിന്റെ ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവം. നിന്റെ ചിന്തയിൽ നിന്ന് വന്ന അശുദ്ധമായ ഫലമായി നീ മാറരുത്. ആ ഫലം മാറ്റാൻ കാലിത്തൊഴുത്തിൽ മൃഗങ്ങൾക്കിടയിൽ നിന്റെ മൃഗസ്വഭാവത്തെ, നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അശുദ്ധിയുടെ കെട്ടുകളെ മാറ്റിയെടുക്കാൻ ദൈവം ആ സ്വഭാവങ്ങൾക്കിടയിലും ക്രിസ്തു ജനിക്കപ്പെടുമ്പോൾ ആ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകുന്ന ഈശോ പറയാം. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം, ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദൈവിക സ്വഭാവം നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വം ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ ജനനം മൂലം, ദുരാശ മൂലം ഈ ലോകം വ്യതിചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ജനനം ഒരു പ്രകാശമായിട്ട് കടന്നു വന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്മസ് നമ്മുടെ മൃഗസ്വഭാവത്തെ, ചിലപ്പോൾ സഹോദരങ്ങളുമായി ഭിന്നതയുടെ മൃഗസ്വഭാവം, ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൻ്റെ വിള്ളലുകളുള്ള മൃഗസ്വഭാവം, ആരെയും അംഗീകരിക്കാത്ത മൃഗസ്വഭാവം ഈ കാലഘട്ടങ്ങളിൽ മഹത്വവൽക്കരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുക. 2 തിമോത്തി 3:4, വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തതയുള്ളവരും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അനുഭവിക്കുന്നില്ല. വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും സുഖഭോഗങ്ങളിൽ ജീവിക്കുന്നവർ ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തീരുമാനിക്കുക, നല്ലൊരു കുമ്പസാരം ഈ ക്രിസ്മസിന് എൻ്റെ ഹൃദയത്തിൽ കാലികൾക്കിടയിൽ വീണ യേശു ജനിക്കാൻ ആഗ്രഹിക്കുക. 2 കരങ്ങളും ഒന്ന് യാചനാപൂർവ്വം പിടിക്കുക. യേശുവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ അരികിലേക്ക് വരും. ആ എഴുത്തുകാരൻ കടന്നു ചെന്നതുപോലെ നീ ഇതാ ഈ ദിവ്യകാരുണ്യമാകുന്ന പിറന്നു വീണ ഈശോയുടെ മുന്നിൽ നീ ഒന്ന് നോക്കിയേ. നിനക്കും ഒത്തിരി ചോദ്യങ്ങളില്ലേ? അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഈശോ കടന്നു വന്നിരിക്കുക. ഈശോയുടെ സ്നേഹത്തിലേക്ക്, ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന മക്കളെ, എനിക്കായി പിറന്നവനേ, എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി മരിച്ചവനേ, ഇന്നുമെന്നും ആരാധന, 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 സ്തുതി, ആരാധന, 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 സ്തുതി. എല്ലാവരും ചേർന്ന് പാടി, ആരാധന, 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 സ്തുതി, ആരാധന, 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 സ്തുതി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ പ്രാർത്ഥനയ്ക്കും ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേന്ന് നിങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം. വിലമതിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇത് എളിമയുടെ സമയം. എളിമയുടെ ലുത്തിനെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. ഓരോ പ്രാർത്ഥനയ്ക്ക് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കും.
വിലമതിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. സ്തുതിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രശംസിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. മുൻഗണന ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തിലും ലാഭം നോക്കാതെ ആഗ്രഹിക്കുവാനുള്ള കൃപയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവർ എന്നോട് ആലോചന ചോദിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. അപമാനിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്ദിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. അവജ്ഞാപാത്രമാകുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. വിസ്മരിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. പരിഹസിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദ്രോഹിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. സംശയിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി ഓരോ പ്രാർത്ഥനയ്ക്കും ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങൾ തങ്ങളെക്കാളധികം സ്നേഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർ തങ്ങളെക്കാളധികം മുൻഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർ തങ്ങളെക്കാളധികം ആദരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർ തങ്ങളെക്കാളധികം ജനസമ്മതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വന്തമാകുന്നതിനേക്കാൾ എല്ലാം പരിത്യജിക്കുവാൻ ആഗ്രഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. വീറോടെ ബാധിക്കുന്നതിനേക്കാൾ ശാന്തതയോടെ എല്ലാം സഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർ തങ്ങളെക്കാൾ അധികം വിശുദ്ധരായി പരിഗണിക്കപ്പെടുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒറ്റ കാര്യത്തിലും ആരെയും വിധിക്കാതിരിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. രണ്ട് കരങ്ങളും യാചനാപൂർവം പിടിച്ച് ഈശോയെ കണ്ടെന്ന് പ്രാർത്ഥിച്ച് കാലികൾക്കിടയിൽ അവൻ പിറന്നവനാണ്. എന്റെ കുറവുകൾക്ക് നടുവിലും അവൻ പിറക്കണം. ഒന്ന് ആഗ്രഹിച്ച് മക്കളെ, കാലുകൾക്ക് നടുവിൽ പിറന്നവന് എന്റെ കുറവുകൾക്ക് നടുവിൽ പിറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എളിമയോടെ പ്രാർത്ഥിച്ച് എന്റെ കുറവുകൾക്ക് നടുവിൽ ഈശോയെ പിറക്കണമേ. ഞാനും ആ കാലുകളെ പോലെ പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് യേശുവേ. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ. എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ. എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ